ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെളിച്ചവും ഇരുട്ടും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചത്തെ നല്ലതായി കണ്ട ദൈവം ഇരുട്ടിനെ നല്ലതായി കണ്ടില്ല. വെളിച്ചമില്ലാത്തടത്തെല്ലാം ഇരുട്ട് മൂടുന്നു. വെളിച്ചത്തിന് ഒരു ശക്തിയുണ്ട്, എന്നാൽ ഇരുട്ടിന് അത്തരം ശക്തിയില്ല. ഇരുട്ടിനെ അകറ്റാൻ പ്രകാശത്തിന് ശക്തിയുണ്ട്, പ്രഭയുടെ അനുഗ്രഹവുമുണ്ട്. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു. അന്ധകാരത്തിൽ നിന്നുള്ള വേർപാടിന്റെ ഈ ജീവിതം ദൈവമക്കൾ മനസ്സിലാക്കണം. നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ സുവിശേഷത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ തിളങ്ങിയ ദിവസം മുതൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നാം നമ്മെ തന്നെ വേർപെടുത്തണം. ദൈവത്തിനായി സമർപ്പണവും വേർപിരിയലുള്ള ജീവിതവും നാം നയിക്കണം. കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നീതിയും അധർമ്മവും തമ്മിൽ എന്ത് കൂട്ടായ്മ? വെളിച്ചത്തിന് ഇരുട്ടുമായി എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിന് ബലിയേലുമായി എന്ത് യോജിപ്പ്? അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് പങ്ക് എന്ന്. ഇത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു, അതിനാൽ ഇവരുടെ ഇടയിൽ നിന്ന് പുറത്തു കടന്ന് വേർതിരിഞ്ഞിരിക, അശുദ്ധമായതിൽ തുടരുതെന്ന്. ഇത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു. ഇരുട്ട് പാപത്തെ സൂചിപ്പിക്കുന്നു, അജ്ഞാതയും ഇരുട്ടിന്റെ പ്രവൃത്തികളും. സാധാരണയായി ആളുകൾ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇരുട്ടിൽ വിഷജീവികളുടെ അപകടമുണ്ട്, കള്ളന്മാരും കൊള്ളക്കാരുമുണ്ട്. ഒരു സന്യാസിയെക്കുറിച്ച് സാധു സുന്ദർ സിംഗ് തൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു. ഒരു സന്യാസിക്ക് പ്രകാശത്തോട് അത്രയധികം വെറുപ്പുണ്ടായിരുന്നു. അവൻ വെളിച്ചം കാണാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ അവൻ ഒരു ഇരുണ്ട ഗുഹയിലേക്ക് പോയി. വെളിച്ചം കാണാതെ വർഷങ്ങളോളം അവിടെ തുടർന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് തൻ്റെ കണ്ണുകൾക്ക് പ്രകാശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് പൂർണ്ണമായി ഇരുട്ടിലായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. കാഴ്ചശക്തിയില്ലാതെ ആ സന്യാസി ജീവിതകാലം മുഴുവൻ ദയനീയമായ അവസ്ഥയിൽ കഴിയേണ്ടി വന്നു. അതുപോലെ പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ വെളിച്ചത്തിന് മുന്നിൽ എന്നേക്കും നിലനിൽക്കാൻ കഴിയുകയില്ല. അവർ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പാതാളത്തിന്റെ നിത്യമായ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. എന്നാൽ ആ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റാൻ ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ നമുക്ക് നൽകി. തിരുവെഴുത്ത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു എന്ന്. ദൈവമക്കളെ, നിങ്ങളുടെ പരാജയങ്ങളുടെയും പാപങ്ങളുടെയും അന്ധകാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ നയിക്കും. അങ്ങനെ നിങ്ങൾക്ക് വെളിച്ചത്തിന്റെ രാജ്യം അവകാശമാക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 ശമൂവേൽ 22-ാം അധ്യായം 29-ാം വാക്യം. യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 24-ാം അധ്യായം 36 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.